പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ വചനം കേൾക്കാം. ഇന്ന് ഈ വചന ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി, ഒരു കുടുംബത്തെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ അച്ഛൻ ആശംസിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈശ്വര സന്നിധിയിലെ ഈശോ അനുഭവത്തിനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 62 1 മുതലുള്ള വചനമാണ് നമ്മൾ വളരെ പ്രധാനമായിട്ട് ഇന്ന് ധ്യാനാത്മകമായിട്ട് നമ്മൾ സ്വീകരിച്ച് വചന ഹൃദയം സംഗ്രഹിക്കാൻ പോകുന്നത്. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്, അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, ഞാൻ കുലുങ്ങി വീഴുകയില്ല. ചരിഞ്ഞ മതിലും ആടുന്ന വേലിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നിങ്ങൾ എത്ര നാൾ ഉരുമ്പെടും? അവൻ്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത്. അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു, അധരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു, ഹൃദയം കൊണ്ട് ശപിക്കുന്നു. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്, അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, എനിക്ക് കുലുക്കം തട്ടുകയില്ല. എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്, എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തകൻ ഈ വചനം പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം പറഞ്ഞു, ഒരു ശത്രുക്കളുടെ നടുവിൽ നിൽക്കുന്നവനാണ് ചില സമയത്ത് സങ്കീർത്തകൻ. അവന് ശത്രുക്കളുടെ നടുവിലാണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലാണ്, വഞ്ചകന്മാരുടെ നടുവിലാണ് അവൻ കഴിയുന്നത്. ഒരുപാട് ചതിയന്മാരുടെ നടുവിൽ നിന്നാണ് അവന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അവൻ പ്രഘോഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ പറയുന്നത്, അവന് ചുറ്റുമുള്ള ആളുകളുടെ സ്വഭാവങ്ങളെല്ലാം വെച്ചിട്ടാണ് പറയാണ്, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വലിയ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വേണം. അതായത് ദൈവം മാത്രമാണ് നമുക്ക് ആശ്വാസം നൽകുന്നത്, ദൈവം മാത്രമാണ് നമുക്ക് അഭയശിലയായിട്ട് നിൽക്കുന്നത്, ദൈവം നമുക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കും, അതിന് യാതൊരു സംശയമില്ല. ഈ കഴിഞ്ഞ ഞങ്ങളിൽ ഒരു വലിയൊരു സംഭവം എൻ്റെ അടുത്തേക്ക് വന്നു. എനിക്കറിയാവുന്നൊരു സംഭവം, ഒരു ഫാമിലിയിലെ ഒരു പ്രത്യേക സംഭവമാണ്. അപ്പോൾ ഒരു പൈശാചിക പീഡ അവിടെ പലരിലുണ്ട്. ഒറിജിനലായിട്ടുള്ള പൈശാചിക പീഡയുള്ള ഒരു കുട്ടി അവിടെയുണ്ട്. അപ്പോൾ അതേസമയം തന്നെ ഇവിടെ വേറൊരു കുട്ടിയുണ്ട്. ആ കുട്ടി നല്ല കൃപയിലുള്ള കുഞ്ഞാണ്. അപ്പോൾ ഈ പൈശാചിക പീഡയിലുള്ള കുട്ടിയോട് ദുഷ്ടാരൂപി പറയുന്നൊരു വാക്കുണ്ട്, മറ്റേ ആ കൊച്ചിനെ അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് നിനക്ക് ഈ ഇളയ കുട്ടീനെ ഉപദ്രവിക്കാൻ പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ദുഷ്ടാരൂപി പറയുന്നൊരു വാക്കുണ്ട്, ഈ ഇളയ കൊച്ച് വർഷങ്ങളായിട്ട് കുഞ്ഞുനാൾ തൊട്ട് ചൊല്ലി പ്രാർത്ഥിച്ച ഒരു വചനമുണ്ട്. അത് യെശയ്യാ 41:10. അതായത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. അപ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഇത് കുഞ്ഞുനാളിൽ അമ്മ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചൊരു വചനമാണ്. അപ്പോൾ ഈ വചനമാണ് എപ്പോഴും ഈ കുട്ടി ആവർത്തിച്ചു സ്കൂളിൽ പോകുമ്പോഴും പോകുന്ന വഴിയിലും ഈ വചനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ഈ വചനം ഉച്ചരിച്ചുകൊണ്ടിരിക്കുക സാത്താൻ്റെ ശക്തികൾക്ക് ആ കുട്ടീനെ തകർക്കാൻ പറ്റുന്നില്ല, മാനസികമായിട്ട് തകർക്കാൻ പറ്റുന്നില്ല. അപമാനങ്ങളും വരുമ്പോൾ തകർക്കാൻ പറ്റുന്നില്ല. പരാജയങ്ങളും തോൽവി വരുമ്പോഴും കുട്ടി ചൊല്ലും, ഈ വചനം ചൊല്ലുവാണ്. അതായത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവമെന്ന് പറയുന്നു. ആ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ അത് വലിയ അനുഗ്രഹമായിട്ടും വലിയ അഭിഷേകമായിട്ടും വലിയ സൗഖ്യമായിട്ടും വലിയ വിടുതലായിട്ടും മാറുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവാണ് എൻ്റെ അഭയം, കർത്താവാണ് എൻ്റെ ആശ്രയമെന്ന് രാവും പകൽ നമ്മൾ പറഞ്ഞാൽ തന്നെ പൈശാചിക അരൂപികൾ നമ്മെ നിരാശപ്പെടും, നമ്മൾ തകർക്കുന്ന തിന്മയുടെ ശക്തികൾ നമ്മുടെ പരിസരത്ത് വരില്ല, നമ്മുടെ ജീവിതത്തിൽ വരില്ല, നമ്മുടെ കുടുംബത്തിലേക്ക് വരില്ല, നമ്മുടെ പ്രിയപ്പെട്ടവരൊന്നും തൊടുക പോലുമില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു വലിയ ബോധ്യം, ജ്ഞാനം ഹൃദയത്തിൽ നമ്മൾ പഠിപ്പിക്കണം. ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന് കൊടാനുകൂടി നന്ദി പറയാനായിട്ട് നമ്മൾ എപ്പോഴും തയ്യാറാണ്. അതുകൊണ്ട് കർത്താവാണ് എൻ്റെ അഭയം, കർത്താവാണ് എൻ്റെ ആശ്രയം, ആർക്കും എന്നെ ഒന്നും ചെയ്യാനാവില്ല എന്ന് നമ്മൾ പറയണം.